അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് കിതാബുസ്സല, നമസ്കാരം. അതിൽ ഒരുപാട് ബാബുകളുണ്ട്. അതിൽ റവാത്തിബ് സുന്നത്തുകളെ കുറിച്ചാണ് ആദ്യത്തെ ബാബ്. അതിലെ ഒന്നാമത്തെ ഹദീസാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ഹദീസ് മഹാനായ സ്വഹാബി റബിയ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അൻ റബീഅത ബിനുൽ കഅബി അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു ഖാൽ കുൻതു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅതൈതുഹു ബിവദൂഇഹി വഹാജതിഹി ഫഖാല ലി സൽ فقلت أسألك مرافقتك في الجنة قال أو غير ذلك قلت هو ذاك قال فإني على نفسك بكثرة السجود. മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുൻതു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ താമസിക്കാറുണ്ടായിരുന്നു. ഫഅതൈതുഹു ബിവദൂഇഹി വഹാജതിഹി, അവിടുത്തെ വുദൂഇനുള്ള വെള്ളവും മറ്റു ആവശ്യങ്ങളും ഞാൻ കൊണ്ടുവന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വുദൂ എടുക്കാനുള്ള വെള്ളവും മറ്റുള്ള ആവശ്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഫഖാല ലി, ഒരു ദിവസം എന്നോട് ചോദിച്ചു, സൽ, നീ എന്നോട് ചോദിക്ക്, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? സൽ, നീ എന്നോട് ചോദിക്ക്, നീ എന്നോട് പറയ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഅയോട് പറയാ, സൽ, നീ ചോദിക്കൂ, എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടി പറയാണ്. ഫഖുൽതു അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, സ്വർഗത്തിൽ അങ്ങയുടെ സഹവാസം, അങ്ങയുടെ കൂടെ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, താങ്കളോട് ഞാൻ ചോദിക്കുന്നു സ്വർഗത്തിൽ അങ്ങയോടൊപ്പമുള്ള സഹവാസം. ഖാല അവ ഗൈറ ദാലിക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേറെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ആ സമയത്ത് ഖുൽതു, റബീഅ പറഞ്ഞു, ഹുവ ദാക്, ഇല്ല നബി, അത് തന്നെയാണ് എനിക്ക് വേണ്ടത്, വേറെ ആഗ്രഹമൊന്നുമില്ല. ഖാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, നീ ധാരാളമായിട്ട് എന്ത് ചെയ്യുക? സുജൂദ് ചെയ്യുക. അങ്ങനെ സുജൂദ് ചെയ്യുന്നതിലൂടെ നിനക്ക് വേണ്ടി എന്നെ സഹായിക്കൂ. അതായത് ധാരാളമായിട്ട് സുജൂദ് ചെയ്യാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഅയോട് ആവശ്യപ്പെടുകയാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അതുപോലെ തന്നെ അബൂ ദാവൂദിലും നസായിലും ഒക്കെ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്ത പാഠങ്ങൾ നൽകുന്ന ഒരു ഹദീസാണിത്. മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു, സ്വഹാബത്തിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, കാന സ്വഹാബത്തു, ഞാൻ അതിൻ്റെ തഫ്സീർ ഞാൻ ഇവിടെ അടിയിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യാം. കാന സ്വഹാബത്തു ഹരീസീന അലാ സുആലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദ്യങ്ങൾ ചോദിച്ചറിയാൻ വലിയ താല്പര്യമായിരുന്നു. വതഅറുഫി അലാ മആലിൽ ഉമൂരി അല്ലത്തി തുദ്ഖിലുൽ ജന്നത വതുബഇദു അനിന്നാർ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും നരകത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന ഉന്നതമായ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും അവർക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു. ഫകാനു മിൻ ഹുബ്ബിഹിം ലഹു യസ്അലൂനഹു മുറാഫഖതഹു ഫിൽ ജന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അതിയായ സ്നേഹം കാരണം സ്വർഗത്തിൽ അവിടുത്തെ സഹവാസം അവർ ചോദിക്കുമായിരുന്നു. ഫഫി ഹാദൽ ഹദീസ് യഖൂലു റബീഅത ബിൻ കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു, ഇപ്പം നമ്മൾ പഠിച്ച ഹദീസിൽ റബീഅത ബിൻ കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹമാണ് ചോദിക്കുന്നത്, കുൻതു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം പറയുകയാണ്, ഞാൻ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത്. ഫഅതൈതുഹു ബിവദൂഇഹി വഹാജതിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വുദൂ എടുക്കുന്നതിന് വേണ്ടിയുള്ള വെള്ളവും മറ്റുള്ള ആവശ്യകാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. അതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചെയ്തു കൊടുക്കുന്ന ജോലിയാണ് റബീഅക്കുള്ളത് എല്ലാ ദിവസവും രാത്രികളിൽ. ഐ അഹ്ദറതു ലഹുൽ മാ അല്ലദീ യതവല്ലഉ ബിഹി, അതായത് അവിടെ നിന്ന് വുദൂ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം ഞാൻ എത്തിച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കെ വമാ യഹ്താജു ഇലൈഹി ഫി അംരി ത്വഹാറത്തി വഗൈരിഹാ, ശുദ്ധിയുമായി ബന്ധപ്പെട്ടതും മറ്റു ആവശ്യങ്ങൾക്കുമായ സാധനങ്ങളും ഒക്കെ ഞാൻ ഒരുക്കി കൊടുക്കും എന്നാണ് റബീഅ പറയുന്നത്. അങ്ങനെ ഒരു ദിവസം ചോദിച്ചു, ഫഖാല ലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽ, ഒരു ദിവസം ഈ രൂപത്തിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ് റബീഅയോട്, ചോദിക്കൂ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, നീ പറയ്. ഐ അഥവാ തുലബു മിന്നി ഹാജതക് ഔ മാ തുരീദ്, നിനക്ക് എന്താണോ ആവശ്യം, നീ എന്താണോ ആഗ്രഹിക്കുന്നത്, അത് നീ എന്നോട് ചോദിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഅയോട് പറഞ്ഞത്. ഫഖുൽതു അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, ഈ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു,
സ്വർഗത്തിൽ അങ്ങയുടെ സഹവാസം ഞാൻ അങ്ങയോട് ചോദിക്കുന്നു. അതാണ് എൻ്റെ ആഗ്രഹം. ഐ അക്കൂരു ഖരീബൻ മിൻക വ മുസാഹിബൻ ലക്, സ്വർഗത്തിൽ അങ്ങയുടെ അടുത്താവാനും അങ്ങയുടെ സഹചാരിയായി ഇരിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ദുനിയാവിൽ അങ്ങയുടെ സഹവാസം എനിക്ക് കിട്ടിയതുപോലെ നാളെ സ്വർഗത്തിലും കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങയുടെ കൂടെ ഉണ്ടാകാൻ, അടുത്തുണ്ടാകാൻ. ഖാല, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവ ഗൈറ ദാലിക്, ഇതല്ലാതെ വേറെ വല്ല ആഗ്രഹമുണ്ടോ? അതായത് ഐ ഹൽ തത്ലുബു തലബൻ ഗൈറ ദാലിക് മിൻ ഉമൂരി ദുനിയ അവിൽ ആഖിറ, ഇതല്ലാതെ ദുനിയവിയായ ഇഹലോകപരമായ പരലോകപരമായ മറ്റേതെങ്കിലും കാര്യങ്ങൾ നിനക്ക് ചോദിക്കാനുണ്ടോ? ഇതല്ലാതെ വേറെ എന്തെങ്കിലും ദുനിയവിയായ സഹായങ്ങളാണോ, അതല്ല പരലോകപരമായ വേറെ വല്ല സഹായം നിനക്ക് ആവശ്യമുണ്ടോ? വദാലിക തഅക്കീദൻ വതസ്ബീതൻ ലിതലബിഹി, റബിയ റളിയല്ലാഹുവിന് ഉന്നയിച്ച ആവശ്യമുണ്ടല്ലോ, നാളെ സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം, അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവ ഗൈറ ദാലിക്, അദ്ദേഹം പറഞ്ഞ ആ മറുപടിയിൽ, അങ്ങയുടെ സഹവാസം സ്വർഗത്തിൽ എനിക്ക് കിട്ടണമെന്ന മറുപടിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അവ ഗൈറ ദാലിക്, ഇതല്ലാതെ വേറെ വല്ല ആഗ്രഹമുണ്ടോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് എന്ന് ഉലമാക്കൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഔ ലഅല്ല മുറാജഅത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹു ഫീ തലബിഹി ലിയതഅക്കദ മിൻ ഇസ്റാരിഹി അലൈഹി, അല്ലെങ്കിൽ തൻ്റെ ആഗ്രഹത്തിൽ അദ്ദേഹം ദൃഢനിശ്ചയമുള്ളവനാണോ എന്ന് ഉറപ്പുവരുത്താനായിരുന്നു പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആ കാര്യം ചോദിച്ചത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച സമയത്തെല്ലാം ഖുൽതു ഹുവ ദാക്, അത് തന്നെയാണ് എനിക്ക് വേണ്ടത്, വേറെ ആഗ്രഹമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഐ അക്കൂന റഫീഖക ബിൽ ജന്ന, അതായത് അങ്ങയുടെ സഹചാരിയായി കൂട്ടുകാരനായി സ്വർഗത്തിൽ കഴിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞു, രണ്ടാമതും എൻ്റെ ആഗ്രഹം അത് തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ധാരാളം സുജൂദ് ചെയ്ത് നിനക്ക് വേണ്ടി എന്നെ സഹായിക്കൂ. ഐ അഇന്നി അലാ ഹാദൽ അംരി ഹത്താ യുഹഖിഖഹു അല്ലാഹു ലക്, അതായത് അള്ളാഹു നിനക്കായി ഈ മഹത്തായ അനുഗ്രഹം സാക്ഷാത്കരിക്കാൻ, അങ്ങയുടെ ആഗ്രഹം ഉണ്ടല്ലോ എൻ്റെ കൂടെ സ്വർഗത്തിൽ കഴിയണം എന്നുള്ള ആഗ്രഹം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തി തരാൻ അതിലേക്കുള്ള കാരണങ്ങൾ സ്വീകരിച്ച് എന്നെ സഹായിക്കൂ. അതിലേക്കുള്ള കാരണങ്ങൾ, എൻ്റെ കൂടെ എത്തിപ്പെടണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യണം, ചില കാരണങ്ങൾ ചെയ്യണം, അത് ചെയ്തുകൊണ്ട് നീ എന്നെ സഹായിക്കൂ. ഫൽസം കസറത്തി സുജൂദി ലില്ലാഹി ഫി സ്വലാഹ് ഫിൽ ഫറായിദി വൻ നവാഫിൽ, അതിനാൽ ഫർദ് നമസ്കാരങ്ങളിലും സുന്നത്ത് നമസ്കാരങ്ങളിലുമൊക്കെ ധാരാളം സുജൂദിനെ നീ ശീലമാക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹാദ സുജൂദു സബബുൻ ലിദുഖൂലി വമുറാഫഖതിക ലീ ബിഹാ, കാരണം ധാരാളം സുജൂദ് ചെയ്യുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കാനും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസം നേരിടാനുമുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. വഫിൽ ഹദീസി അൽ ഹസ്സു അലാ കസറത്തി സുജൂദ് വതർഗീബു ഫീ, ഈ ഹദീസിൽ ധാരാളം സുജൂദ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും അതിലേക്ക് ആളുകളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തി. വദാലിക ബിഇത്വാലത്തി സുജൂദി വകസറത്തി സ്വലാഹ്, സുജൂദ് ദീർഘിപ്പിക്കുകയും ഫർളും സുന്നത്തും ഉൾപ്പെടെയുള്ള ധാരാളം നമസ്കാരങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് അത് സാധ്യമാകുന്നത്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സ്വർഗത്തിലെ സഹവാസം. വഫീഹി ബയാനു ഹിർസി സ്വഹാബത്തി അല സുആലി അൻ മആലിൽ ഉമൂരി വമാ യുദ്ഖിലുൽ ജന്ന, ഉന്നതമായ കാര്യങ്ങളെക്കുറിച്ചും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും അറിയാൻ സ്വഹാബികൾ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു അല്ലേ. വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചും സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും അവർ എത്രത്തോളം അന്വേഷിച്ച് മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത് ഈ ഹദീസ്, അതിനൊക്കെ എത്രത്തോളം അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്ന് ഈ ഹദീസ് വ്യക്തമാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകട്ടെ. ഇനി കൂടുതലൊരു വിശദീകരണം വേണ്ടതില്ലാത്ത വിധത്തിലാണ് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.